ഇരിക്കുകയാണ്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി അവിടേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ ചില പ്രതികരണങ്ങൾ കൂടി ഇവരുടെ അറിയാം. എന്താ റാലിക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണോ എല്ലാവരും? ആണല്ലേ. എന്താ ഇത്തവണ ഇവിടെ ഭരണം മാറുമോ സംസ്ഥാനത്ത്? ആണോ? നിങ്ങളൊക്കെ സജീവ പ്രവർത്തകരാണോ UDF-ന്റെ? നിങ്ങളൊക്കെ ലീഗ് പ്രവർത്തകരാണോ അതോ കോൺഗ്രസിന്റെ ആളുകളാണോ? എല്ലാരും ഇറങ്ങാൻ നിൽക്കുകയാണോ? പ്രകടനത്തിന് ഇറങ്ങാൻ നിൽക്കുകയാണോ? ഇത്തവണ ഇവിടെ ആരാ മണ്ഡലത്തിൽ ജയിക്കുന്നേ? ഇത്തവണ ജയിക്കുന്ന ആരാണ് ഇവിടെ? കോൺഗ്രസ് ആണോ അതോ UDF ആണോ? എല്ലാവരും UDF-ന്റെ ആളുകളാ അല്ലേ? UDF ജയിക്കോ? അവിടെ UDF ജയിക്കോ? എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രകടനത്തിനൊപ്പം കൂടുവാണോ ഇനി? അരുൺ, അപ്പൊ അതാണ് സാഹചര്യം. അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ ആവേശം കൊള്ളുകയാണ്. കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. സ്വാഭാവികമായും UDF-കാർ മാത്രമേ ഇപ്പോൾ തക്കാലം ഇവിടെയുള്ളൂ. നമുക്ക് മറ്റിടങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിൽ പോവുകയാണ്. ഞങ്ങൾ അല്പസമയം മുമ്പ് വന്നപ്പം ഇവിടെ നമ്മുടെ പോറ്റിയെ കയറ്റിയ പാട്ട്, അതിന്റെ റാപ്പ് മോഡൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഇവിടെ കണ്ടത്. അതായത് ശബരിമല വിഷയം സംസ്ഥാനത്ത് UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് അവതരിപ്പിക്കുന്നത് ഇവിടെ കണ്ണൂരിലുമുണ്ട്. അത് ലീഗ് കോട്ടകളിലും അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷ മേഖലകളിലൊക്കെ ശബരിമല വിഷയം തന്നെ അവർ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കളത്തിൽ വരുന്നത് എന്നൊരു തെളിവ് കൂടിയാണിത് തെളിയിക്കപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ് അരുണ, ഈ നമ്മൾ കണ്ണൂർ മണ്ഡലത്തിന് പുറത്തേക്ക് ചിന്തിച്ചാൽ 2-3 ഇടങ്ങൾ, ഒന്ന് പയ്യന്നൂര്, തളിപ്പറമ്പ്, ഇത് രണ്ടും അഭിമാനമാണ്. അവിടെ അട്ടിമറി ഉണ്ടാവുന്ന CPM കരുതുന്നില്ല ലാസ്റ്റ് മിനിറ്റിലും. പക്ഷേ അവിടെ കുറയുന്ന ഓരോ വോട്ട് പോലും CPM കണക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും 2 മണ്ഡലങ്ങളിൽ പയ്യന്നൂരായാലും അതുപോലെ തന്നെ തളിപ്പറമ്പായാലും വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് CPM-ന്. അവിടെ ഒരു വോട്ട് പോലും കുറയാൻ കഴിയില്ല. കുറഞ്ഞാൽ അത് CPM-ന്റെ സംഘടനാ ശക്തിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി മാറുമെന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ട് അവിടെ സമാഹരിക്കാൻ CPM ശ്രമിക്കും സഹിത്ത്. മാത്രമല്ല അവിടെ ഇന്നലെ പുതിയ വിവാദങ്ങൾ, പയ്യന്നൂരൊക്കെ പുതിയ ആരോപണങ്ങളുമായി കുഞ്ഞികൃഷ്ണ അടക്കമുള്ള രംഗത്ത് വന്നു. പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, അവിടെ പാർട്ടി ഓഫീസ് കെട്ടിയതിലുമൊക്കെ വലിയ അഴിമതിയുണ്ടെന്ന ആരോപണവും അതിന് തെളിവുകളുമൊക്കെയാണ് പുറത്തുവിട്ടത് എന്ന് മുഖ്യമന്ത്രി പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമുണ്ട്. പക്ഷേ CPM ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു വലിയ ഭൂരിപക്ഷത്തോട്, പ്രത്യേകിച്ച് ഈ പയ്യന്നൂരും തളിപ്പറമ്പിലുമൊക്കെ 2 പാർട്ടി നേതാക്കൾ തന്നെ വിമതന്മാരായി കോൺഗ്രസിനൊപ്പം ചേർന്നതോടുകൂടി അവിടുത്തെ സംഘടന ഒന്നുകൂടി ശക്തിപ്പെട്ടു എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയും അവിടെ ആ കേന്ദ്രങ്ങൾ CPM-ഇല്ല. അഴീക്കോട്, കൂത്തുപറമ്പ് തുടങ്ങിയ സിറ്റിംഗ് സീറ്റുകളിലും ഇത്തവണ ഇടതുമുന്നണി ശക്തമായ വെല്ലുവിളി നേരിടുന്നുണ്ട്, വലിയ മത്സരം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇവിടെ കോൺഗ്രസ് കോട്ടയാണ്, മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് ഈ പ്രദേശം. അതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള പ്രകടനമാണ് നമ്മൾ. പേരാവൂർ പരാമർശിച്ചു പോകണല്ലോ. കാരണം പേരാവൂർ KK ശൈലജ വിജയിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം ഒരു സസ്പെൻസ് ആയി നിൽക്കുകയാണ്. ശൈലജ വലിയ മുന്നേറ്റം നടത്തിയതൊക്കെ CPM അവകാശപ്പെടുന്നതുകൊണ്ട്. പക്ഷേ അവിടെ K. സുധാകരൻ ഇപ്പോഴും ഒപ്പമുണ്ട് എന്നതാണല്ലോ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ. അത് അങ്ങനെ തന്നെ കരുതേണ്ട സാഹചര്യമാണോ ഇപ്പം? അങ്ങനെയാണ് കോൺഗ്രസ് കരുതുന്നത്. പക്ഷെ അത്ര കാര്യങ്ങൾ പന്തിയാണോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഇന്നലെ ഒരു കത്ത് സണ്ണി ജോസഫിന്റെ പേരിൽ പുറത്തു വന്നിരുന്നു. അത് വ്യാജ കത്ത് എന്ന കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നു, പരാതി വരുന്നു. പക്ഷെ K. സുധാകരൻ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന കാര്യം സംശയമാണ്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ വലിയ വിജയം UDF ഉണ്ടായാലും വനവാസത്തിന് പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം പിന്നീട് അങ്ങനെയല്ല, 100 സീറ്റല്ല, UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ എന്നാണ് തന്നെ പറഞ്ഞത്. പക്ഷേ ഇതിനെ സുധാകരൻ പറഞ്ഞത് സതീശൻ വനവാസത്തിന് പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, സുധാകരന് ഉറപ്പില്ല. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ മറ്റൊരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ പറഞ്ഞത് UDF ഭരണത്തിലെത്തുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ല, അതായത് പിണറായിക്ക് 3ാം ടൈം ലഭിക്കില്ലെന്ന് അത്ര ഉറപ്പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അതേ സുധാകരൻ ഈ പരസ്യ പ്രചരണം തീരുന്ന തലേ ദിവസം പറഞ്ഞത് VD സതീശൻ വനവാസത്തിന് പോകാതിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്നാണ്. അവിടെ സുധാകരനും ഉറപ്പില്ല, UDF-ന് വലിയ വിജയമുണ്ടാകുമെന്ന് ഉറപ്പില്ല, പിണറായി ഭരണം അവസാനിക്കുമെന്ന് ഉറപ്പും K. സുധാകരനെ പോലെ ഏറ്റവും ശക്തരായ നേതാവിനില്ല. അത് കോൺഗ്രസിന് ചെറിയ അപായ സൂര്യോട് നൽകുന്നതാണ്. അതാണ് രേണുക, സാഹചര്യം ഇതാണ്. എന്തായാലും ഇവിടെ വലിയ ആവേശ കാഴ്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. UDF ഇത്തവണ കണ്ണൂരിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ മണ്ഡലം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. മന്ത്രി കടകംപള്ളി ആണ്, രാമേന്ദ്രനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം നമുക്കറിയാം ഇടതിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്കപ്പുറം സമാഹരിക്കാൻ ശേഷിയുണ്ട ആള് എന്നതാണ് LDF കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതും. അതുകൊണ്ട് ഇത്തവണ എന്ത് സംഭവിക്കും കണ്ണൂരിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണൂർ എന്നത് പൊതുവിലൊരു ചെങ്കോട്ടയെങ്കിൽ കണ്ണൂരിന്റെ നഗരമണ്ഡലം, കണ്ണൂർ മണ്ഡലം മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേകതയൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നതും നമുക്ക് കണ്ടറിയണം.
എന്തായാലും കണ്ണൂരിന്റെ സാഹചര്യം ഇതാണ്. കണ്ണൂരിൽ നിരോധനാജ്ഞയുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ കടന്നു പോകുന്നത്. ഈ കൊട്ടിക്കലാശത്തിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലാണ് നടത്തിയിരിക്കുന്നത്. നഗരത്തിന് പുറത്തേക്കുള്ള ഇടങ്ങളിലൊക്കെ ആ ജാഗ്രത കൂടി ഉണ്ടായിട്ടുണ്ട്. പേരാവൂർ വളരെ സസ്പെൻസ് ഉള്ള മണ്ഡലമാണ്. പേരാവൂർ KK ശൈലജ വിജയിക്കുമോ, KK ശൈലജനെ ഏറ്റെടുത്ത രാഷ്ട്രീയ ദൗത്യം വിജയം കാണുമോ എന്ന ചോദ്യമുണ്ട്. സണ്ണി ജോസഫ് പരാജയപ്പെട്ടാൽ അത് കാത്തിരിക്കുന്നത് കോൺഗ്രസിന് ഒരു വിജയമുണ്ടായാലും സംസ്ഥാനത്ത് ഭരണം പിടിച്ചാലും അത് കാത്തിരിക്കുന്നത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടവയ്ക്കുന്നതാണ്. എന്തായാലും കെ സുധാകരൻ അനുകൂലികൾ പേരാവൂരിൽ പാലം വലിക്കുമോ ഇല്ലയോ ആ ചോദ്യത്തിന് ഉത്തരം തേടൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെ സസ്പെൻസുകൾ ഏറെയുള്ള ഒരു ജില്ല കണ്ണൂർ എന്ന പ്രത്യേകതയുണ്ട്. ഇവിടെ എന്തായാലും ഈ ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുകയാണ്. TG സജിത്തും VV അരുണുമാണ് കണ്ണൂരിൽ നിന്നുള്ള ആവേശ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. കണ്ണൂരിൽ ഇത്തവണ കാര്യങ്ങൾ അത്ര സേഫ് അല്ല രണ്ട് മുന്നണികളെ സംബന്ധിച്ചും എന്നതാണ് ഇരുവരും സൂചിപ്പിക്കുന്നത്. അതായത് പാർട്ടി കോട്ടകളിൽ ഇളക്കം തട്ടുമോ എന്ന ആശങ്ക CPM-നെ സംബന്ധിച്ചുണ്ട്. അവിടെ പയ്യന്നൂരും തളിപ്പറമ്പും ആ രീതിയിൽ വിമതരായി എത്തിയ സ്ഥാനാർത്ഥികൾക്ക് UDF പിന്തുണ നൽകിക്കൊണ്ട് മത്സരിക്കുന്ന സാഹചര്യം അതാണ് CPM-നെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കെ സുധാകരൻ എന്ന വ്യക്തി ഉയർത്തുന്ന സാഹചര്യങ്ങളാണ്. അത് VD സതീശനെതിരായ തുടർ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പാലം വലിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ അവിടെ കാലിടറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആ ആശങ്കകൾ ഇരു മുന്നണികളെ സംബന്ധിച്ചും അവിടെ ഉണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണാം 140 മണ്ഡലങ്ങൾ. അവിടങ്ങളിലെല്ലാം തന്നെ കൊട്ടിക്കലാശം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കുകയാണ്. കടുത്ത ആവേശത്തിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. റോഡുകളിലൊക്കെ വാഹന റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധത്തിലും ജനാധിപത്യത്തിന്റെ ഉത്സവം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അത് ഏറ്റവും ഉച്ചസ്ഥായിലായിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എന്ന് പറയുന്നത്. തുടർ ഭരണം ലക്ഷ്യമിട്ട് LDF-ഉം ഭരണം തിരിച്ചുപിടിക്കാൻ അത് നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാക്കി മാറിയിരിക്കുന്നു UDF-നെ സംബന്ധിച്ച്. അതേസമയം തന്നെ BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ശക്തി തെളിയിക്കാനായില്ല എങ്കിൽ ഇനി എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NDA-യും ആ നിലയിലൊക്കെ ശക്തമായി മത്സര രംഗത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാരൻ സുധാകരനും ഡാനിയും ഉണ്ട് നമുക്കൊപ്പം. പറവൂരിൽ നിന്ന് ഡാനിയിലേക്കാണ് ഒരിക്കൽ കൂടി നമ്മൾ പോകുന്നത്. പറവൂരിൽ 3 മുന്നണികളും പറവൂർ നമ്പൂരിച്ചൻ ആളിന് സമീപമാണ് ഈ കൊട്ടിക്കലാശത്തിനായി അണിനിരന്നിരിക്കുന്നത്. അവിടെ 3 മുന്നണികളും എത്തിയിട്ടുണ്ടോ, എന്താണ് സാഹചര്യം, സ്ഥാനാർത്ഥികൾ എപ്പോൾ എത്തും എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഡാനി, VD സതീശൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ അവിടേക്ക് എപ്പോഴെത്തും? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.